നിങ്ങളുടെയൊക്കെ പ്രായം എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ സ്ഥിരം കാണുന്ന ഒരു സ്ഥലത്തല്ലല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എംഫോടെക് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് നമ്മൾ എന്തിനാണ് വന്നത് പറഞ്ഞുതരാം. അപ്പോൾ സമയം ഏകദേശം 4:39. നമ്മുടെ നാടായ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മണിക്കൂർ യാത്ര വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളിതേ പോവാണ്. അപ്പോൾ എന്നത്തെയും പോലെ യാത്രയിൽ പ്രവീൺ മച്ചാൻ ഇല്ല. പ്രവീൺ മച്ചാൻ വേറൊരു കാര്യത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് പോയേക്കായിരുന്നു. അങ്ങനെ നമ്മൾ വെളുപ്പാങ്കാലത്തുള്ള യാത്രയാണത്. അങ്ങനെ കോഴിക്കോട് എത്തിട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ എന്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സംഭവം വേറെ ഒന്നല്ല, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ കാർണിവൽ ആയിട്ടുള്ള ഡോപ്പ സൂപ്പർ എക്സ് 2nd എഡിഷന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവരെ കാണാനും അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും പിന്നെ കുറച്ച് ജൂനിയർ സയന്റിസ്റ്റും മച്ചന്മാരൊക്കെ അവരുടെ എക്സ്പെരിമെന്റും അതുപോലെ തന്നെ അവരുടെ പ്രൊജക്റ്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാനും പിന്നെ അതൊക്കെ ഒന്ന് ജഡ്ജ് ചെയ്ത് ആ ജഡ്ജിങ് പാനലിൽ കയറി കുറച്ച് കുത്തിരിപ്പൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നില്ല. ബാക്കി പരിപാടികളൊക്കെ വരുന്ന വഴി. അപ്പോൾ വന്നിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റ് ആവാം നമുക്ക്. നമ്മളിത് ഇന്ന് നിൽക്കുന്ന ഈ ഒരു സ്ഥലമില്ലേ, ഇതിനൊരു പ്രത്യേകത കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ചാലിയാർ പുഴ. ചാലിയാർ പുഴയുടെ തൊട്ടടുത്തുള്ളൊരു റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല രസമാണ്. അപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് നോക്കിയതാണ് കേട്ടോ നമ്മൾ. അങ്ങനെ നമ്മളുടെ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പൂരിയും ബാജിയായിരുന്നു കഴിച്ചത്. കോഴിക്കോടത്തെ പൂരി നല്ലതായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഡോപ്പയിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇതല്ല, ഇതിൻ്റെ മുകളിലൊരു കോട്ടൊക്കെ വരും, ഞാൻ കട്ടിത്തരാം. അപ്പോൾ ഇനി നമ്മളെന്തായാലും സമയം കളയുന്നില്ല, അവിടെ പ്രോഗ്രാം തുടങ്ങാൻ നേരമായി. അങ്ങോട്ട് പോവാം നമുക്ക്. അങ്ങനെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നതാണ് ഫറൂഖ് പാലം അല്ലേ. ഫറൂഖ് പഴയ പാലം ഉണ്ട്. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കി തരികയോ കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലേ. നല്ല രസമുണ്ട്. മൊത്തം ഇരുമ്പിൽ ചെയ്തിരിക്കുന്ന പാലാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായിട്ടോ, നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് ഈ പാലം. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവന്റ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ. ഇതാണ് എനിക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞാൻ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്തു വന്നത് ഡോപ്പയിലെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഹാപ്പിയാണോ എല്ലാവരും? അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എജു കാർണിവൽ ആയിട്ടുള്ള ഡോപ്പയുടെ സൂപ്പർ എക്സ് 2nd എഡിഷന്റെ ഭാഗമാവാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. ഹാപ്പി അല്ല എല്ലാവരും? ഓക്കെ. അപ്പോൾ എന്നെ എല്ലാവരും അറിയാൻ വഴിയുണ്ടെന്ന് അറിയില്ല. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരാരൊക്കെ ഉണ്ട്? ഒരുവിധം എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. മിക്കവാറും എല്ലാവരും എന്നെ അറിയാം യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ്. എംഫോടെക് എന്ന് പറയുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ പ്രായം എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി. അതായത് നിങ്ങളുടെയൊക്കെ ഇപ്പം നല്ല പ്രായം കേട്ടോ. ഈ ഒരു പ്രായത്തിലൊക്കെ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യണം, പഠിക്കണം, കളിക്കണം, ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, പ്രായം കൂടുന്തോറും നമ്മളുടെ കയ്യിൽ നിന്ന് കുട്ടിത്തം നഷ്ടപ്പെടും, നമ്മളുടെ കയ്യിലുള്ള ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രായം നിങ്ങൾ നല്ല രീതിക്ക് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. അത് പഠിക്കാനായാലും കളിക്കാനായാലും നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതിനെല്ലാത്തിനും നിങ്ങൾ ഈ ഒരു സമയം യൂസ് ചെയ്യണം. ഈ ഒരു ഡോപ്പ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാനായിട്ട് നമുക്കുണ്ടായ ഒരു കാരണം പറയാം. കാരണം സാധാരണ എൻട്രൻസ് അല്ലെങ്കിൽ നീറ്റ് എൻട്രൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നതൊരു പേടിയാണ്. അതായത് നമ്മൾ
ചിന്തിക്കുന്നത് കുറേ കുട്ടികൾ സ്ട്രെസ് എടുത്ത് പഠിക്കാൻ നിൽക്കുന്നു, പഠിച്ച കുട്ടികൾക്ക് അത് മടുപ്പ് വരുന്നു. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഡോപ്പ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യമേ അല്ല. എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കണ്ടേന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഓരോ കുട്ടിയായിട്ടുള്ള റിലേഷൻ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടെന്ന് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഓരോരുത്തരും ഡോപ്പേനെ പറ്റി പറയുമ്പോൾ അവരുടെ ഒരു സൗണ്ട് ഉയരുന്നുണ്ട് അല്ലേ? അതിൽ നിന്ന് തന്നെ അറിയാം ഡോപ്പ എത്രത്തോളം ഇവർക്ക് വേണ്ടപ്പെട്ടതാണ്, എത്രത്തോളം ഇവർക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന്. അപ്പോൾ ഒരുപാട് സംസാരിച്ച് സമയം ഞാൻ എന്തായാലും തട്ടിയെടുക്കുമെന്ന് വിചാരിക്കേണ്ട. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വയ്ക്കാം. നിങ്ങളുടെ ഏറ്റവും നല്ല പ്രായത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നോ അത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുക. പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടികളാണ്, നിങ്ങൾ നല്ല രീതിക്ക് പഠിക്കണം. ഇനി വരുന്ന ഫ്യൂച്ചർ നിങ്ങളുടെ കൈകളിലാണ്. അതിപ്പോ മെഡിക്കൽ ഫീൽഡ് ആയാലും നിങ്ങൾ സ്വീകരിക്കുന്ന ഏതൊരു ഫീൽഡിലാണെങ്കിലും സാധാരണ ഒരു പണിക്കാരനായി പണിയെടുത്ത് ജീവിച്ച് ജീവിതം തീർക്കാതെ നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾക്കുള്ള കഴിവ്, അതായത് പുതിയ ഒരു കാര്യം സമൂഹത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കണം എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്ത് നിങ്ങളുടെ നല്ലൊരു സമയം നല്ല കാര്യത്തിന് വേണ്ടി നല്ല രീതിക്ക് പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളാവില്ലേ? സൗണ്ട് പോരല്ല, ആവില്ലേ? ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് ഹാപ്പിയാണ് നിങ്ങളെല്ലാവരെയും കണ്ടതിൽ. അപ്പോൾ ഇത്രയും കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് നല്ലൊരു സെഷൻസും അവരെ നല്ല ഹാപ്പി ആക്കാനും അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോപ്പയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എന്തുകൊണ്ട് അത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് നമ്മുടെ കോഴിക്കോട് ബിരിയാണിയുള്ള സൗകര്യങ്ങൾ ഓൾസോ ഞങ്ങളുടെ സ്റ്റുഡൻസ് നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഉപഭോഗം നമ്മൾ തന്നെ ബോധ്യപ്പെടുത്തുകയും ഒപ്പം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു റാങ്കിങ് സിസ്റ്റമാണ് ഞങ്ങളോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ മച്ചന്മാരെ, ഇവിടെ ഇരിക്കുന്ന കുട്ടികളെയൊക്കെ ഇല്ലേ ഭാവിയിൽ നിങ്ങൾക്ക് ഡോക്ടറായിട്ട് കാണാം. കാരണം എന്താണെന്നറിയോ? ഇവരെല്ലാം പഠിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇവന്റ് നടന്ന സ്ഥലത്ത് നിന്ന് നമ്മളൊന്ന് ഇറങ്ങിക്കണ്ട. ഞാനൊരു 4 പേരോട് പിടിച്ചു വെച്ചിട്ടുണ്ട്. ആരാന്ന് പറയോ? ഈ കാണുന്ന പ്രസ്ഥാനം എവിടെയാണ് മുട്ടിട്ട് വിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ 4 പേരെയും കാണിച്ചു കൊടുക്കേണ്ടി വരും. ഡോപ്പയുടെ ഫൗണ്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഓരോരുത്തരൊന്ന് പരിചയപ്പെടാട്ടോ. ഭാവിയിലെ ഡോക്ടേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെഷീൻ നടത്തുന്ന വ്യക്തികൾ എന്നോട് സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ മുനിയമ്പലക്കാരൻ. ഞാൻ ബേസിക്കലി ബിടെക്കാണ്. ഈ 3 ഡോക്ടേഴ്സിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ എന്ന് പറയാം. ഓക്കെ, ഇതൊരു ഡോക്ടർ ആശിസ് എനിക്ക്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞാണ് ഇപ്പോൾ ഡോക്ടറുടെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഡോക്ടർക്ക് വേണ്ടി മാത്രമായിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഭാവി തലമുറ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇവരൊക്കെ ജൂനിയറാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞാണ്. വർക്ക് ചെയ്യുന്നതിന് കൂടെ ബിസിനസ് കുറച്ച് പാഷൻ കൂടിയതുകൊണ്ട് രണ്ടും ഒരുമിച്ച് പോകുന്നു. ഓക്കെ ചേട്ടാ. ഡോക്ടർ നിയാസ് കാലിക്കറ്റിൽ തന്നെ MBBS MD കംപ്ലീറ്റ് ചെയ്തു. പാർട്ട്ലി വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് പാർട്ട്ലി ഇൻ ഡോക്ടർ. ഓക്കെ, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതാണ്. അപ്പോ ഇവിടുത്തെ പ്രത്യേകത കേട്ടോ, ഡോക്ടേഴ്സ് ആണ്. ഡോക്ടേഴ്സ് തന്നെയാണ് പെട്ടെന്ന് അല്ലേ? ഡോക്ടേഴ്സിനെ മനസ്സിൽ ഡോക്ടേഴ്സിനെ അറിയും. അപ്പൊ എന്തായാലും
ഭാവിയിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ ജനിപ്പിക്കാനുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നത്. അതിനൊരു സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ കണ്ട കുറെ കുട്ടികളെ വർഷങ്ങൾ കഴിയുമ്പോൾ നല്ല ഡോക്ടേഴ്സ് ആയിട്ട്, നല്ല എന്താ പറയാ സ്നേഹമുള്ള, എല്ലാവരും സ്നേഹിക്കുന്ന നല്ല ഡോക്ടേഴ്സ് ആയിട്ട് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ 4 പേരോടും എംഫോടെക്കിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ താങ്ക്സ് പറയുന്നത്. കാരണം ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള കുട്ടികളെ അവരെ നല്ലൊരു ഡോക്ടറാക്കി മാറ്റാനായിട്ട് അവർക്കുള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് ഡോപ്പ അല്ലേ? അപ്പോൾ ഡോപ്പയ്ക്ക് എംഫോടെക്കിന് എല്ലാവിധ ആശംസകളും നേരാണ്. പിന്നെ ഇവന്റ് സൂപ്പർ, രക്ഷയില്ല, പിള്ളേരൊക്കെ തീ. എക്സാമിന്റെ സമയത്താണ് കുട്ടികൾ എക്സാം നടക്കുന്ന സമയത്താണ്. അടിപൊളി. എന്തായാലും അപ്പൊ എല്ലാവരെയും കണ്ടില്ലേ, ഇവരെയൊക്കെ നോക്കി വെച്ചോട്ടാ, വലിയ വലിയ ആൾക്കാരാണ്. അപ്പൊ നമ്മള് ഇനി ഭക്ഷണം കഴിക്കാൻ പോകും. വിശക്കുന്നു. എവിടെ ബിരിയാണി? കോഴിക്കോടൻ ബിരിയാണി. യെസ്, കോഴിക്കോടൻ ബിരിയാണി കഴിച്ചിട്ട് പറയാട്ടോ.